കെ കെ രമ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരമല്ല. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞതേയില്ല. നിങ്ങളീ പറയുന്ന നിങ്ങളുടെ ഭാവനയിൽ നിന്ന് നിങ്ങളിതെല്ലാം പറഞ്ഞല്ലോ. പാനൂരിൽ നിന്നൊരു ഏരിയ കമ്മിറ്റി അംഗം ഇതിൽ പ്രതിയായതുകൊണ്ട് തന്നെ ആ ജില്ലയുടെ സെക്രട്ടറി ഇതിൽ പ്രതിയായിരിക്കുമെന്നെല്ലാം നിങ്ങളുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ അത്തരത്തിലുണ്ടായിരുന്ന മുഴുവൻ ആരോപണങ്ങളെക്കുറിച്ചും കൃത്യമായി അന്വേഷിച്ചത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഇഷ്ടക്കാരായ UDF ആണ്. ആ UDF എന്തുകൊണ്ട് നിങ്ങളീ പറയുന്ന PJ രാജനെ കുറ്റവിമുക്തനാക്കി എന്നതിന് നിങ്ങൾക്കുത്തരമില്ല തന്നല്ലോ. നിങ്ങൾ അതിനെക്കുറിച്ചൊരു അക്ഷരം മറുപടി പറഞ്ഞില്ല. 2, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വലതുപക്ഷ ക്യാമ്പിലേക്ക് പോയി എന്നും UDFൻ്റെ രാഷ്ട്രീയത്തെ കേട്ടോ സണ്ണി ജോസഫേ, നിങ്ങളുടെ രാഷ്ട്രീയത്തെയൊന്നും കെ കെ രമ അംഗീകരിക്കുന്നില്ല എന്ന് ഇതിൽ പറഞ്ഞു. പിന്നെ എന്താ പോകാനിടയായതൊക്കെ ഞങ്ങളുടെ ഇങ്ങനെ തുടർച്ചയായ വേട്ടയാടൽ കൊണ്ട് നിവർത്തികേട് കൊണ്ട് ചെന്ന് കയറിയതാണ്. ശ്രീ വേണു എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, പച്ചക്കള്ളം വന്നിരുന്ന് പറയരുത്, വസ്തുതകൾ പരിശോധിക്കണം. ഇതേ തൊട്ട് മുൻപാണ്, ഇതേ ഈ ഘട്ടത്തിലാണ് ഒഞ്ചിയത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അറബിയാണ് ജയിച്ചത് അവിടെ. ആ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വാർത്തയായിരുന്നു. ആ സംഭവത്തോട്, ആ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു അക്രമ സംഭവം അവിടെ എവിടെയെങ്കിലും ഒരു ക്രൈം രജിസ്റ്റർ ആയി നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഏതെങ്കിലും വാർത്തയിൽ അങ്ങനെ ഒരു വാർത്ത ഇവിടെ ഉള്ളതായി നിങ്ങൾക്കറിയുമോ? ഒരു അക്രമ സംഭവം ഇവിടെ ഇല്ല. ഇങ്ങനെ രമ പറയുന്ന അനിഷ്ട സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് രമ പറയുന്നതൊക്കെ ഞങ്ങൾക്കെതിരെ മാത്രമാണ്. ഞാൻ ഒഞ്ചിയത്ത് വന്നിട്ടുണ്ട് ശ്രീമതി കെ കെ രമ. ഈ കഴിഞ്ഞ തവണയും അവിടെ വന്നിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും മടപ്പള്ളി കോളേജിൻ്റെ സമീപം നടന്ന പരിപാടിയിൽ ഞാൻ അവിടെ പങ്കെടുത്തിരുന്നു. ആ പ്രദേശത്ത് സഞ്ചരിച്ചിരുന്നു. അവിടെയെല്ലാം പോയിട്ടുണ്ട്. ഒഞ്ചിയം സ്ക്വയറിലും പോയിട്ടുണ്ട്. DYFI സംസ്ഥാന സെക്രട്ടറിയായി ഞാൻ ആദ്യം വന്നത് ഒഞ്ചിയം സ്ക്വയറിലാണ്. അപ്പോൾ എനിക്കറിയാം ആ നാടിനെക്കുറിച്ച്. അവിടെ നിങ്ങളുടെ പീഡനമേറ്റ് വാങ്ങിയ RMP പ്രവർത്തകരുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായ പീഡനങ്ങൾക്കിരയായ എത്ര പേരെയാണ് നിങ്ങൾക്കറിയേണ്ടത്? ഞാൻ ആ പട്ടിക നിരത്തുന്നില്ല. അപ്പോൾ ഏകപക്ഷീയമായി നിങ്ങൾ ഒരു ഭാഗം മാത്രം പറയുന്നു. എന്താണ് അപ്പുറത്ത് പോകാൻ കാരണമായിട്ട്? അങ്ങനെ ഒരു കാരണമാണോ നിങ്ങൾ പറയുന്നു? നിങ്ങൾ എന്നേ UDF ആയി? ചോറോട് പഞ്ചായത്തിൽ നിങ്ങളുടെ പിന്തുണയോടുകൂടിയല്ലേ UDF ഭരിക്കുന്നത്? നിങ്ങളുടെ 2 അംഗങ്ങൾ UDFനല്ലേ പിന്തുണ കൊടുത്തത്? നിങ്ങൾ UDFനല്ലേ പിന്തുണ കൊടുത്തത്? പോട്ടെ, ഒഞ്ചിയം പഞ്ചായത്തിൽ നിങ്ങൾ ഇത്ര കണ്ട് പറഞ്ഞിട്ടും ഒഞ്ചിയം പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി CPIM ആണ്, നിങ്ങളല്ല. എന്നിട്ടും നിങ്ങളങ്ങനെ ഭരിക്കുന്നു. ആ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾ ഭരിക്കുന്നത് ലീഗിൻ്റെ 2 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ്. ആ ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വാങ്ങി ഭരിച്ചവരാണ് വലിയ രാഷ്ട്രീയം പറയുന്നത്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് വാചാലമാക്കുന്നത്. എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ശ്രീമതി കെ കെ രമയോട് പറയുന്നു, നിങ്ങൾ അനുഭവിച്ച ത്യാഗത്തിൻ്റെ കാര്യമെല്ലാം പറയുന്നു. പുഷ്പനെ അറിയാമോ നിങ്ങൾക്ക്? സൈമൻ ബുട്ടോയെ കേട്ടിട്ടുണ്ടാകുമല്ലോ. കൂത്തുപറമ്പിലെ റോഷൻ്റെ അച്ഛൻ വാസുവേട്ടനെ അറിയില്ലേ? അതിനേക്കാളും നിന്ന് വലിയ ത്യാഗം അന്തരിച്ച TP ചന്ദ്രശേഖരനായാലും ബഹുമാനപ്പെട്ട ശ്രീമതി കെ കെ രമയായാലും അനുഭവിച്ചിട്ടുണ്ടാകില്ലല്ലോ. ഈ റഹീമും അനുഭവിച്ചിട്ടില്ല, നമ്മളാരും അനുഭവിച്ചിട്ടില്ല. ത്യാഗത്തിൻ്റെ കണക്ക് പറഞ്ഞ് ഒരുപാട് കണക്ക് കൂട്ടരുത് കേട്ടോ. അളന്നു കൂട്ടിയാൽ കൂടാത്തത്ര ത്യാഗത്തിൻ്റെ മഹാപർവ്വതങ്ങൾക്ക് മുകളിൽ ഇപ്പോഴും കണ്ണുനീരോടെ ജീവിക്കുന്ന, ഇപ്പോഴും പൊരുതി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നഷ്ടപ്പെടലിൻ്റെ കണക്കിൻ്റെ ഒരുപാട് പർവ്വതങ്ങളുടെ മുകളിൽ നിൽക്കുന്നവർ. അവരുമായൊന്നും താരതമ്യം ചെയ്യരുത് കേട്ടോ. നമ്മുടെ ആരുടെയും, എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും നമ്മളുടെ ആരുടെയും ജീവിതം നമ്മളൊക്കെ അങ്ങനെ അത്ര നിസ്സാരക്കാരാണ്. അത്ര വേഗമൊന്നും ചെയ്തിട്ടില്ല എന്ന് കരുതിക്കൊള്ളണം. അപ്പോൾ അങ്ങനെ ചെയ്ത മനുഷ്യർ ഒരുപാട് പേരുണ്ട് എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മളൊക്കെ എന്തോ ത്യാഗം അനുഭവിച്ചിട്ടാണ് പോയതെന്നും പറയരുത്. നിങ്ങൾ അവിടെ പോയത് വേറൊന്നുമല്ല. അവിടെ അവിടെ അന്നുണ്ടായിരുന്ന തർക്കം മറ്റൊന്നും ആയിരുന്നില്ലല്ലോ ശ്രീ വേണു. എന്തായിരുന്നു? ഒരു പഞ്ചായത്തിൻ്റെ അധികാര തർക്കമല്ലേ? ഒരു മെമ്പർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമല്ലേ? ആര് പ്രസിഡന്റ് ആകും? തേൻ കഴിഞ്ഞപ്പോഴുള്ള പ്രസിഡന്റ് സ്ഥാനം എങ്ങോട്ട് പോകുമെന്നതിനായിരുന്നില്ലേ? ആ ദുർബലമായ അധികാരം മാത്രം മുൻവെച്ചിട്ടുള്ള ഒരു അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പോയിട്ട് വലിയ സൈദ്ധാന്തിക പരിവേഷം കൊടുത്തു. ജീർണത, വലതുപക്ഷ വ്യതിയാനം. എന്നിട്ട് ഇപ്പോൾ പറയുന്നു വലതുപക്ഷത്താണ് ഞങ്ങളുടെ അഭയമെന്ന്. എങ്ങനെയാണ് ശ്രീമതി കെ കെ രമ ഈ വാക്കുകളെല്ലാം യോജിച്ചു പോകുന്നത്?